ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ചിരവൈരികളായ ബംഗളൂരു എഫ് സിക്കെതിരെ നേടിയത്. 1-2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയത്. ആദ്യം ഒരു സെൽഫ് ഗോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നു. പിന്നീട് ബംഗളൂരു എഫ് സി താരമായ ബ്രയാൻ സാഞ്ചസിന് റെഡ് കാർഡ് ലഭിക്കുന്നു. ഇതോടുകൂടി കാര്യങ്ങൾ മാറിമറിഞ്ഞു. 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും ഇത് വെറുതെ സംഭവിച്ച ഒരു വിജയമല്ല. കണക്കുകളിലും ആധിപത്യം പുലർത്തിയത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ബോൾ പൊസഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 47% ബംഗളൂരു എഫ് സിയുടെ ബോൾ പൊസഷൻ, 53% ബ്ലാസ്റ്റേഴ്സ് പന്ത് കൈവശം വെച്ചു എന്ന് പറയുമ്പോൾ അവിടെ ബ്ലാസ്റ്റേഴ്സിനാണ് മുൻതൂക്കം. അതുപോലെ തന്നെ XG അഥവാ എക്സ്പെക്റ്റഡ് ഗോളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0.31 ബംഗളൂരു എഫ് സിയുടെ XG. അതേസമയം 0.74 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ XG. അവിടെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മുൻതൂക്കം ഇപ്പോൾ നേടിയിട്ടുള്ളത്. ഇനി ടോട്ടൽ ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 ഷോട്ടുകളാണ് ബംഗളൂരു എഫ് സി എടുത്തിട്ടുള്ളത്. 11 ഷോട്ടുകൾ ഉതിർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഒന്നാമത് ബ്ലാസ്റ്റേഴ്സ് ആണ്. ഇനി ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകൾ ബംഗളൂരു എഫ് സി എടുത്തു. 4 ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. അവിടെയും ബ്ലാസ്റ്റേഴ്സ് ഒന്നാമത്. ഇനി 275 പാസുകളാണ് ബംഗളൂരു എഫ് സി കംപ്ലീറ്റ് ചെയ്തത്. 333 പാസുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. അവിടെയും ബ്ലാസ്റ്റേഴ്സ് ഒന്നാമത്. പാസ് അക്യുറസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 77% ബംഗളൂരു എഫ് സി, 82% കേരള ബ്ലാസ്റ്റേഴ്സ്. അവിടെയും ഒന്നാമത് ബ്ലാസ്റ്റേഴ്സ്. ഫൗളുകൾ 9 തവണ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി. എന്നാൽ 2 ഫൗളുകൾ മാത്രമാണ് ബംഗളൂരു എഫ് സി വഴങ്ങിയിട്ടുള്ളത്. 7 കോർണർ കിക്കുകൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു. 6 കോർണർ കിക്കുകളാണ് ബംഗളൂരു എഫ് സിക്ക് ലഭിച്ചത്. അവിടെയും ബ്ലാസ്റ്റേഴ്സ് ഒന്നാമത് വരുന്നു എന്ന് പറയുമ്പോൾ ആധിപത്യം പുലർത്തിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ എല്ലാ കണക്കുകളിലും ബംഗളൂരു എഫ് സിയെ മറികടന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ശരിയാണ്, ഭൂരിഭാഗം സമയത്തും 10 പേരെ വെച്ചുകൊണ്ടാണ് ബംഗളൂരു എഫ് സി കളിച്ചിട്ടുള്ളത്. അത് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്രയും പരിതാപകരമായ സ്ഥിതിയിലാണ്. ആ സ്ഥിതിയിലും ഇങ്ങനെ ആധിപത്യം പുലർത്തിക്കൊണ്ട് ശ്രീകണ്ഠീരവയിൽ പോയി ഒരു വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.